ദ്വയാർത്ഥ പ്രയോഗം നടത്തിയതിന് റിപ്പോർട്ടർ ചാനലിനെതിരെ കേസെടുത്ത ബാലാവകാശ കമ്മീഷൻ. കലോത്സവ റിപ്പോർട്ടിങ്ങിനിടെയാണ് അവതാരകനായ അരുൺകുമാർ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയത്. ചാനൽ മേധാവിയിൽ നിന്ന് കമ്മീഷൻ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറോടും റിപ്പോർട്ട് തേടിയിട്ട് വിവരങ്ങളുമായി ബി വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, ദ്വയാർത്ഥ പ്രയോഗം നടത്തിയതിന് റിപ്പോർട്ടർ ചാനലിനെതിരെ ഇപ്പോൾ ബാലാവകാശ കമ്മീഷൻ കേസ് എടുത്തിരിക്കുകയാണ്. കലോത്സവം റിപ്പോർട്ട് ചെയ്യുന്നതിനിടെ അവതാരകനായ അരുൺകുമാർ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയതിനാണ് കേസ് എടുത്തിട്ടുള്ളത്. ചാനൽ മേധാവിയിൽ നിന്ന് കമ്മീഷൻ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറോടും റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. വിനീഷ്, ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിനെതിരെ കേസെടുത്തിരിക്കുന്നു. ഒപ്പം അവതാരകൻ ചാനലിനോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ. 63ാമത് സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട്, ആ റിപ്പോർട്ട് ഒപ്പനയുമായി ബന്ധപ്പെട്ടുള്ള ഒരു റിപ്പോർട്ട് സംപ്രേഷണം ചെയ്യുന്നതിനിടയിൽ സംപ്രേഷണത്തിന് ശേഷം അവതാരകനായ അരുൺകുമാർ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരാമർശം നടത്തി. ആ പരാമർശമായിരുന്നു ദ്വയാർത്ഥ പരാമർശം എന്ന തരത്തിൽ കമ്മീഷന് മുന്നിൽ വീഡിയോ ദൃശ്യങ്ങൾ എത്തിയത്. ആ വീഡിയോ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കമ്മീഷൻ ഇപ്പോൾ ബാലാവകാശ കമ്മീഷൻ നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കേസിൽ വ്യക്തമാക്കുന്നത് ഇത്തരത്തിലാണ്: റിപ്പോർട്ടർ ചാനലിനെതിരെ കേസെടുക്കണം, ഒപ്പം തന്നെ റിപ്പോർട്ടർ ചാനലിനോട് വിശദീകരണവും തേടിയിരിക്കുന്നു. എന്താണ് ഇത്തരത്തിലുള്ള ഒരു പരാമർശത്തിൽ നടത്താനുണ്ടായ സാഹചര്യം എന്നത് സംബന്ധിച്ചുള്ള വിശദീകരണം ചാനൽ മേധാവിയോട് തേടിയിരിക്കുന്നു. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറോടും ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ റിപ്പോർട്ട് ഉടൻ തന്നെ നൽകണമെന്ന് ബാലാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഒപ്പനയുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ടിങ്ങിനിടയിലാണ് അവതാരകനായ ഡോക്ടർ അരുൺകുമാർ അത്തരത്തിലുള്ള ദ്വയാർത്ഥം രൂപേണ ഉള്ള ഒരു പരാമർശം നടത്തിയത്. ആ പരാമർശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിന് ബാലാവകാശ കമ്മീഷൻ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറോടും നിർദ്ദേശം എന്താണ് ഇത്തരത്തിലുള്ള ഒരു ദ്വയാർത്ഥ പരാമർശം ഉണ്ടാകാനുള്ള സാഹചര്യം, അതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ റിപ്പോർട്ട് ഉടനെ നൽകണമെന്നും തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറോടും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ റിപ്പോർട്ടർ ചാനൽ അധിക്ഷേപിച്ചു, ദ്വയാർത്ഥ പ്രയോഗം നടത്തി എന്ന് സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങൾ പൊതുവെ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അരുൺകുമാറിന്റെ പരാമർശം, ആ പരാമർശമായിരുന്നു ആ റിപ്പോർട്ടിന് ഒരു റിപ്പോർട്ടർ ചാനലിലെ റിപ്പോർട്ടർ തയ്യാറാക്കിയ റിപ്പോർട്ടിന് പുറമെ അദ്ദേഹം ആ ഒരു ഒപ്പനയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആ റിപ്പോർട്ടിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയിരിക്കുന്നത്. ഈ പരാമർശത്തിലാണ് ഇപ്പോൾ വിശദീകരണം ബാലാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സ്വമേധയാൽ കേസെടുക്കാനുള്ള നടപടിയിലേക്കും ബാലാവകാശ കമ്മീഷൻ കടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷനോട് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ റിപ്പോർട്ട് ഉടൻ നൽകണമെന്നും ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശരി വിനീഷ്, എന്തായാലും ദ്വയാർത്ഥ പ്രയോഗം നടത്തിയതിന് റിപ്പോർട്ടർ ചാനലിനെതിരെ കേസെടുത്ത ബാലാവകാശ കമ്മീഷൻ. കലോത്സവ റിപ്പോർട്ടിങ്ങിനിടെ അവതാരകനായ അരുൺകുമാർ ദ്വയാർത്ഥ പ്രയോഗം നടത്തുകയായിരുന്നു. ചാനൽ മേധാവിയിൽ നിന്ന് കമ്മീഷൻ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു പി വിനീഷ്.